DGP ഓഫീസ് മാർച്ച് ഇതിനുള്ള മറുപടി ഞങ്ങൾ തരാം എന്ന തരത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നതാണ്. അതിന് സാക്ഷ്യം വഹിക്കുന്ന തരത്തിൽ തന്നെ വലിയ യോഗ്യത നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് DGP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിയുന്ന സാഹചര്യം, തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു, കണ്ണീർവാതകം പ്രയോഗിക്കുന്ന കാര്യങ്ങൾ പോവുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടന വേദിയിൽ സംസാരിച്ചതിന് ശേഷമാണ് വേദിക്ക് തൊട്ടരികിൽ കണ്ണീർവാതകം പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് കോൺഗ്രസ് നേതാക്കൾക്കടക്കം വേദിയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്കടക്കം ദേഹാസ്വാസ്ഥ്യമുണ്ടാകുന്ന സാഹചര്യത്തിലേക്കടക്കം കാര്യങ്ങൾ മാറുകയാണ് ഉണ്ടായത്. നേരത്തെ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകർക്കും ഈ സംഘർഷത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. മാധ്യമപ്രവർത്തകർക്ക് നേരെയും ജലപീരങ്കിയും കണ്ണീർവാതകവും പോലീസ് പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. വലിയ പ്രതിഷേധമാണ് തലസ്ഥാനത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ചതിൽ പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ കോൺഗ്രസ് DGP ഓഫീസിലേക്ക് ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിച്ചത്. പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെല്ലാം മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടായിരുന്നു മാർച്ച് DGP ഓഫീസിലേക്ക് എത്തിയത്. കോൺഗ്രസിന്റെ MLA മാർ, MP മാർ, പ്രതിപക്ഷ നേതാവ്, KPCC അധ്യക്ഷൻ, അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഒന്നിച്ച് നയിച്ചുകൊണ്ടായിരുന്നു മാർച്ച് DGP ഓഫീസിലേക്ക് എത്തിയത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടന വേദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കവെയാണ് തൊട്ട് അരികിൽ കണ്ണീർവാതകം പ്രയോഗം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വേദിയിലുണ്ടായിരുന്ന നേതാക്കൾക്കെല്ലാം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് പോലീസ് ജലപീരങ്കി അടക്കം പ്രയോഗിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിട്ടു. അങ്ങനെ വലിയ സംഘർഷത്തിലേക്ക് തലസ്ഥാനം മാറുന്നു. സുധാകരൻ അടക്കം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെ, ഇങ്ങനെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്.